ഹലോ, നല്ല പെർഫെക്റ്റ് പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 200 ഗ്രാം ഇഞ്ചി, അര കപ്പ് ശർക്കര, അര കപ്പ് പുളി എടുത്തിട്ടുണ്ട്. പുളി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം ഇഞ്ചി നന്നായിട്ട് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നല്ല നേർത്ത പീസുകളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഏത് എണ്ണ ഉപയോഗിച്ചാലും മതി. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയെടുക്കണം. ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറായിട്ട് ചേഞ്ച് ചെയ്ത് വരും. ആ സമയം വരെ നന്നായിട്ട് വറുത്തെടുക്കണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. എണ്ണയൊക്കെ ഇതിനകത്ത് നന്നായി വിട്ട് വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കത് ചട്ടി തന്നെ വെക്കാതെ അപ്പോൾ തന്നെ നമുക്കത് എടുത്ത് മാറ്റാം. തീ ഓഫ് ചെയ്യരുത്. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഇഞ്ചി നമുക്ക് പൊടിച്ചെടുക്കാം. അതിനുശേഷം എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പിൻ്റെ കളറ് മാറി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം അതിനകത്തേക്ക് 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അതിനകത്ത് വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി ഒഴിച്ചു കൊടുക്കാം. 2-3 തവണ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1-1.5 കപ്പ് വെള്ളം കാണും. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് തരിതരിയായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഫൈനായിട്ട് വെള്ളം പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. മുഴുവനായിട്ട് അടയ്ക്കാൻ പാടില്ല. നന്നായിട്ട് കുറുക്കിയെടുക്കാം. 20 മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വരും. ഈ ഒരു പരുവമാണ് ഇതിന് ടെക്സ്ചർ. അപ്പോൾ ഇത് നമുക്ക് ഇന്നൊരു ദിവസത്തേക്ക് ചട്ടിയിൽ വെച്ചിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴാണെങ്കിലും നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.